രാജു രാജു എന്ന് പറയുന്ന നടൻ എല്ലാവർക്കും സുപരിചിതനായ മലയാളികൾക്ക് ഒരിക്കലും പരിചയപ്പെടുത്തേണ്ടതില്ലാത്തതാണ്. രാജു എന്തുകൊണ്ട് ഫുട്ബോളിലേക്ക് ഒരു നിക്ഷേപവുമായി വരുന്നു? ഫുട്ബോളിൽ കേരളത്തിൽ തന്നെ കൊച്ചി ഒരു ടീമായിട്ട് എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു? മലബാറും കോഴിക്കോടും കുറച്ചുകൂടി ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരുണ്ട്. എന്തുകൊണ്ട് കൊച്ചി തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് ഫുട്ബോളിൽ ഇങ്ങനെ ഒരു നിക്ഷേപം നടത്തുന്നു? സത്യത്തിൽ ഇങ്ങനൊരു ഫുട്ബോൾ ലീഗ് എന്നുള്ളത് എന്റെ ഐഡിയ അല്ല. ഈ കേരള സോക്കർ ലീഗ് എന്ന് പറയുന്ന ഈ ഫുട്ബോൾ ലീഗ് ഫ്രാഞ്ചൈസ് അത് ഡിസൈൻ ചെയ്യപ്പെടുന്നത് നവാസ് നേതൃത്വത്തിലുള്ള ഒരു തിങ്ക് ടാങ്കിന്റെ ഭാഗമായിട്ട് വർഷങ്ങളായി അവരുടെ ഒരു പ്രയത്നത്തിന്റെ ഭാഗമായി വന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഡൊമസ്റ്റിക് സ്പോർട്ടിംഗ് അറീനയിൽ സ്പോർട്ടിംഗ് സിനാരിയോയിൽ ഒരു ഭാഗമാകാൻ, ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ, ഒരു പെയിന്റർ എന്ന നിലയിൽ ഭാഗമാകാൻ എനിക്ക് അവസരമാണ്. ആ അവസരം എന്നിലേക്ക് ആദ്യം എത്തുന്നത് ഒരു ഫുട്ബോൾ ടീമിന്റെ ഉടമസ്ഥതയിലുള്ള സാധ്യത എന്ന രീതിയിലാണ്. അപ്പൊ എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി എന്റെ മുന്നിൽ എത്തുമ്പോൾ കേരള സൂപ്പർ ലീഗിൽ 6 ടീമുകൾ ആണ് ഉണ്ടാകാൻ പോകുന്നതെന്നും അതിൽ കൊച്ചിൻ ടീമിന്റെ ഭാഗമാകാൻ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം എനിക്കുണ്ട് എന്നുമാണ് എന്റെ മുന്നിലേക്ക് ആദ്യം എത്തിപ്പെടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ഇൻവോൾവ്മെന്റ്. അങ്ങനെയാണ് ഞാൻ കൊച്ചിൻ ടീമിന്റെ ഭാഗമായി മാറുന്നത്. ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 6 ടീമുകളും സോക്കർ ഗ്രൗണ്ടിൽ മാത്രമാണ് കമ്പീറ്റ് ചെയ്യുന്നത്. ഗ്രൗണ്ടിന് വെളിയിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന 6 ടീമുകളാണ്. കാരണം ഈ ലീഗ് സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ് ഈ 6 ടീമുകളുടെയും ഞങ്ങളുടെയും എല്ലാം തന്നെ ഏറ്റവും ആദ്യത്തെ ആവശ്യം. അതിനാണ് നിങ്ങളെയൊക്കെ പിന്തുണയും വേണ്ടത്. സോക്കർ മാത്രമല്ല, ഇപ്പോൾ ഇതുപോലൊരു ക്രിക്കറ്റ് ലീഗ് വരുന്നുണ്ട്. നാളെ മറ്റേതെങ്കിലും ഒരു സ്പോർട്ടിംഗ് ആക്ടിവിറ്റിയിൽ ഇത്തരം ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ലീഗ് വരികയാണ്. അതിൽ ഭാഗമാകാൻ എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഐ ബി മോർ ദാൻ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. ആത്യന്തികമായിട്ട് ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് ഓഫ് സ്പോർട്സ് ഇൻ കേരള എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ഇതിൽ ബിസിനസ് ഇൻവോൾവ് ആണ്, ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കണം. പക്ഷെ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഒരു ഫസ്റ്റ് സീസണിലൊന്നും ചിലപ്പോൾ നടന്നു വരില്ല. റൈറ്റ് നൗ ആ പ്രയോറിറ്റി ഈസ് ഒരു വേൾഡ് ക്ലാസ് സോക്കർ ലീഗ് കേരളത്തിൽ ഉണ്ടാവുക, അതിലൂടെ കേരളത്തിലെ പ്ലെയേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക, ആ ഓപ്പർച്യൂണിറ്റിയിലൂടെ അവർക്ക് അതിലും വലിയ ഓപ്പർച്യൂണിറ്റീസിലേക്ക് വഴി തെളിയിക്കപ്പെടുക, അതിന്റെ ഭാഗമാകാൻ കഴിയുന്നു എന്നൊരു സന്തോഷം മാത്രമേ എനിക്കുള്ളൂ. ചെറിയൊരു അഭ്യർത്ഥനയുണ്ട്. As you are asking the questions, just on the channel, just introductory norm would be greatly appreciated as you are asking the questions. Yes. Hi. Hello. Myself Ajit from Shillong. അപ്പോൾ ഈ പ്രത്യേകമായ ക്രിക്കറ്റിനോട് ഭയങ്കര കണക്റ്റഡായിട്ടുള്ള ആളുകളാണ്. കാരണം ക്രിക്കറ്റ് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫുട്ബോളിനോട് പേഴ്സണൽ കണക്ഷനും ഒരു ഇമ്പാക്ട് ഉണ്ടോ ശരിക്കും ഈ ലീഗ് തുടങ്ങാനും? സോക്കർ കളിക്കാൻ ശ്രമിച്ച് പരാജയമായ കണക്ഷൻ ഉണ്ട് സ്കൂൾ കാലയളവിൽ. പക്ഷെ അതല്ലാതെ ഫുട്ബോൾ കാണാറുണ്ട്. സോക്കർ കണ്ടു വളർന്ന ഒരുപാട് മലയാളികളുടെ കൂട്ടത്തിൽ ഒരു മലയാളി തന്നെയാണ് ഞാൻ. എന്റെ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു. കുട്ടിക്കാലത്ത് സോക്കർ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആനുവൽ ഇവന്റ് പോലെയാണ് ഞങ്ങൾക്ക്. ചേട്ടനും അതെ, ഞാനും അതെ. പക്ഷെ പറഞ്ഞ ശരിയാണ്, ഞാൻ കുറച്ചുകൂടെ കളിക്കാൻ അറിയാവുന്നത്, കുറച്ചുകൂടെ ഒരു പാഷനായി പെർസീവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ക്രിക്കറ്റ് എന്ന സ്പോർട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഇതുപോലൊരു വേൾഡ് ക്ലാസ് സോക്കർ ലീഗിന്റെ ഭാഗമാകാനുള്ളത്. അതുകൊണ്ട് ഞാൻ ഓപ്പർച്യൂണിറ്റി എടുത്തു. ഐ ആം മോർ ദാൻ ഹാപ്പി ടു ബി വർക്കിംഗ് വിത്ത് ദീസ് റിയലി ഗ്രേറ്റ് പ്രൊഫഷണൽസ്. മാർക്കോ ആണെങ്കിലും അതെ, ജോപോൾ സാർ ആണെങ്കിലും അതെ, ഒരുപാട് പേര് നിങ്ങൾ പരിചയപ്പെടുന്നത്. പ്ലെയേഴ്സ്, ടെക്നിക്കൽ സ്റ്റാഫ്, കോച്ചിങ് സ്റ്റാഫ്, എന്റെ കോ ഓണേഴ്സ് എല്ലാവരും. അപ്പൊ അതിന്റെ ഭാഗമായി നിൽക്കുന്നത് മാത്രം. അതല്ലാതെ ഒരു ക്രിക്കറ്റ് ഇഷ്ടമുള്ള ഒരാൾ എന്തുകൊണ്ട് സോക്കർ തിരഞ്ഞെടുത്തു എന്നുള്ളതിന് എന്റെ ഒരു പ്രസക്തി. നാളെ ക്രിക്കറ്റിന്റെ ഭാഗമാകാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹലോ, ഹായ് രാജു, ഞാൻ മനോജ് മാത്യു, മലയാളം മനോരമ ഡെയിലിയിൽ. നമസ്കാരം. രാജു, നേരത്തെ പറഞ്ഞ നമുക്ക് ഒരുപാട് ലീഗ്സ് ഉണ്ട്, ISL ഉണ്ട്, അല്ലെങ്കിൽ പ്രോ കബഡി ലീഗ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് KSL കേരള പ്രീമിയർ ലീഗ് വരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കാണികളെ ആകർഷിക്കാൻ പറ്റുക? പലപ്പോഴും എല്ലാവരും TV-യിൽ വിദേശ ലീഗുകളൊക്കെ കാണുന്നവരാണ്. ആ നിലവാരത്തിലുള്ള കളിയാണെങ്കിൽ പ്രതീക്ഷിക്കാം. നമ്മൾ തന്നെ രാജു തന്നെ പറഞ്ഞാൽ ഒരു ലീഗായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പറയുന്നത്. എങ്ങനെയായിരിക്കും നമുക്ക് കാണികളെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും? സിനിമ പോലെ തന്നെയാണ് ആക്ച്വലി. നല്ല സിനിമ എടുക്കാനേ നമുക്ക് സാധിക്കും. പിന്നെ കാണികൾ തിയേറ്ററിലേക്ക് വരണേ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റും. അപ്പൊ അതുപോലെ തന്നെ ഈ ലീഗ് ലോകോത്തര നിലവാരത്തിൽ അത് സംഘടിപ്പിക്കാനും ഇപ്പൊ ഫോർസ കൊച്ചി എന്ന കൊച്ചി ഒരു ടീം മാത്രമല്ല, മറ്റ് 5 ടീമുകളും നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ
പ്രോപ്പർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ട്രെയിനിങ് രീതികളും ഒരു ടീമിന്റെ സ്ട്രക്ചറിങ്ങും ഒക്കെ തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഈ ലീഗിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഇങ്ങനെയേ പാടുള്ളൂ, ഇങ്ങനെ വേണം ഒരു ടീം സ്ട്രക്ചർ ചെയ്യാൻ. അപ്പൊ അതൊക്കെ എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്ത ഒരു വേൾഡ് ക്ലാസ് സോക്കർ ലീഗിന്റെ എക്സ്പീരിയൻസ് കാണികൾക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. സ്വാഭാവികമായും ആദ്യ വർഷം തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം ഇതിലൂടെ നേടും എന്ന പ്രതീക്ഷയൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല. പക്ഷെ ഞങ്ങളുടെ ഉദ്ദേശം, ഹോപ്പ് ആൻഡ് ആഗ്രഹം എന്ന് പറയുന്നത് ഇതിനെ ആ ദിശയിലേക്ക് നയിക്കണം എന്നാണ്. അതിന് ഞങ്ങൾ എല്ലാവരും പ്രയത്നിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് എന്റെ ഭാഗത്തു നിന്നും ടെക്നിക്കൽ സപ്പോർട്ടൊന്നും ഇവർക്ക് ആർക്കും കൊടുക്കാൻ സാധിക്കില്ല. ഞാൻ ഈ സംരംഭത്തിലെ ഒരു ഇൻവെസ്റ്ററാണ്, ഒരു കോ ഓണറാണ്. ആൻഡ് ഐ ആം പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി, നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി കാണികൾ സ്റ്റേഡിയത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, പ്രത്യാശിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എന്തുകൊണ്ട് ഇത്തരമൊരു സോക്കർ ലീഗിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ആ ചിന്ത കേരളത്തിൽ പിറന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽ തന്നെ ഈ ചോദ്യത്തിനുള്ള ഉത്തരവുമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു സോക്കർ ലീഗ്, എന്തുകൊണ്ടാണ് ISL 45% വ്യൂവർഷിപ്പ് കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ISL ഏറ്റവും വലിയ ഫാൻ ഫോളോയിങ് ഉള്ള ടീമുകളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആയി മാറുന്നത്? കേരളത്തിലെ ഫുട്ബോൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വലിയ വികാരം തന്നെയാണ്. ആ വികാരത്തിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത്തരം ഒരു വലിയ സോക്കർ ഫാൻ കമ്മ്യൂണിറ്റി കേരളത്തിൽ ഉണ്ട് എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഇത്തരം ഒരു വലിയ ലീഗ് വലിയ ഇൻവെസ്റ്റ്മെന്റോടുകൂടി വലിയ രീതിയിൽ സംഘടിപ്പിക്കാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്കുണ്ടായത്. അതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവലിൽ കേരളത്തിൽ സ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പോർട്ട് സോക്കർ ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അത് കേരളത്തിന്റെ മുഴുനീള ഭാഗങ്ങളിൽ, ജില്ലകളിൽ സോക്കറിന് ഒരു പ്രത്യേക ഒരു കണക്ട് ഉണ്ട് നമ്മുടെ ഡെമോഗ്രാഫിക് ആയിട്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പൊ ആ സ്കില്ല് അവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യുക എന്നൊരു വലിയ ഓണർ, ഒരു വലിയ പ്രിവിലേജ് കൂടി ഞങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. എന്റെ ചോദ്യം ശ്രീ ജോപോൾ അഞ്ചേരിയോടാണ്. ചോദിക്കുന്നത് വന്ദന, ഏഷ്യനെറ്റ് ന്യൂസിൽ നിന്നാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ എല്ലാ കാലത്തെയും മലയാളി ആക്ടേഴ്സ് ആണ് താങ്കൾ. ഇപ്പം പല ക്ലബിൽ കളിച്ചിട്ടുണ്ട്, ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. കേരളത്തെ പോലെ ഫുട്ബോൾ ഭ്രാന്തന്മാരുടെ ഒരു നാട്ടിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുമായിട്ടാണ് ഈ കളി പഠിപ്പിക്കാൻ പോകുന്നത്. അത് വിദേശത്ത് നിന്ന് വന്ന ഒരു കോച്ചിന്റെ ഒപ്പം. എങ്ങനെയാണ് ഈ എക്സ്പീരിയൻസിനെ താങ്കൾ കാണുന്നത്? ഞാൻ ഒരുപാട് കളിച്ചിട്ടുണ്ട്. ഒരുപാട് ഫോറിൻ പ്ലേയേഴ്സിനോട് ഞാൻ കളിക്കുന്ന കാലത്ത് ഒരുപാട് ഫോറിൻ പ്ലേയേഴ്സുകളുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇവരെ അഡ്ജസ്റ്റ്, അതായത് കളിക്കുന്നതും കോച്ചിങ്ങും നമ്മൾ വ്യത്യാസമുണ്ട്. കളിക്കുമ്പോൾ നമ്മൾ കോച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഇവിടെ ആകുമ്പോൾ നമ്മൾ എന്താണോ പഠിച്ചിട്ടുള്ളത് അത് പ്ലേയേഴ്സുമായിട്ട് എൻ്റെ ചീഫ് കോച്ച് ഉണ്ട്, അവർ കോച്ചുമായ ചർച്ച ചെയ്ത് ഏതൊക്കെ പ്ലേയേഴ്സ്, അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ പുറത്തുനിന്ന് നമ്മൾ SLK കുറിച്ച് പറയുമ്പോൾ തന്നെ അതായത് നല്ല പ്രൊഫഷണൽ അപ്രോച്ചാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത്. ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് SLK. ഈ പുറത്തുനിന്ന് പ്ലേയേഴ്സും ഇന്ത്യൻ പ്ലേയേഴ്സും അവർ നല്ലപോലെ മുൻകൂടി ചെയ്യിച്ച് കളിക്കുക, അവർക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് നടക്കണം. ഫുട്ബോൾ കുറച്ച് ടൈം എടുക്കുമ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഷോർട്ട് പീരീഡ് ആണ്. അത് എനിക്ക് തോന്നുന്നു നല്ലൊരു നിലയിൽ കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ പുതിയ ലീഗാണ്, ആദ്യത്തെ സീസണാണ്. അപ്പൊ ഈ VR പോലത്തെ സാങ്കേതിക വിദ്യയൊക്കെ ഉണ്ടാകുന്നുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് കണ്ടിരുന്നത്? അപ്പൊ ഇല്ല, അതെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ VR കുറച്ച് ടൈം എടുക്കും. കാരണം ഇവ നമ്മുടെ ISL വരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതൊക്കെ ആണെങ്കിൽ കളി നടക്കട്ടെ. അതിനുശേഷം നമുക്ക് ഈ വർഷം നമ്മൾ വൃത്തി പറഞ്ഞ പോലെ ഇതൊരു തുടക്കമാണ്. ഇവിടെയാണ് നമ്മുടെ കളികൾ കണ്ട് കാണികൾ വരണം. അതാണ് നമുക്ക് അതായത് അത് നമുക്ക് എപ്പോഴും പിക്ചർ ഉണ്ടായിരിക്കണം. അതായത് SLK നല്ലൊരു ലീഗായി മാറും എന്നുള്ളത് നമുക്ക് വിശ്വാസമുണ്ട്. എന്തായാലും ഈ വർഷത്തെ കളികൾ നല്ല കളികൾ തന്നെയായിരിക്കും. 6 ടീമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല പ്ലേയേഴ്സ് ഉണ്ട് കേരളത്തിൽ ഇന്ന് നമുക്ക് കിട്ടുന്നു. അതായത് കേരളത്തിന്റെ ഫുട്ബോൾ നമുക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത് ഇന്ത്യയിൽ. അതിനുള്ള ഒരുപാട് പ്ലേയേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ ക്ലബുകൾക്കും നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട്. എന്തായാലും നോക്കാം, നല്ലപോലെ നടക്കട്ടെ. Gentleman Ravindra, please introduce yourself and the channel, please. From Movement Broadcast. ഈ ഒരു ആക്ടർ എന്ന നിലയിൽ ഇന്ത്യൻ പ്രേക്ഷകർക്ക് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരാളെ സുപരിചിതമാണ്. ഒരു ടീം ഓണർ എന്ന നിലയിൽ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സ്പിരിറ്റ്?
നല്ല സ്പിരിറ്റാണ്. അതായത് ആ ഫീൽഡ് ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിക്കുന്നില്ലല്ലോ. അതായത് ഫുട്ബോൾ നല്ലപോലെ കാഴ്ചപ്പാടുണ്ട്. ഫുട്ബോൾ കളിച്ചിട്ടേ പറഞ്ഞാലും ഫുട്ബോൾ ചെറുതായിട്ട് എന്തായാലും ഉണ്ടായിരിക്കും പെട്ടെന്ന്. എന്തായാലും പിന്നെ ആളുടെ ബോഡിയുള്ള കോർപ്പറേറ്റ്സ് ഉണ്ട്, അവരൊക്കെ നല്ലപോലെ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അതായത് ഒരാൾ തിരിച്ചറിയാൻ ഫുട്ബോളിന് ഇഷ്ടമില്ലാണ്ട് ഒരാൾ ഒരു ഇതിലേക്ക് വരില്ലല്ലോ. എന്തായാലും പൃഥ്വിരാജിന് എന്തായാലും ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഫോഴ്സ കൊച്ചിയുടെ ഒരു പ്രവർത്തനമായിട്ട് മാറിയിരിക്കുന്നത്. myself Adish from Film Factory. പൃഥ്വിരാജ് സുകുമാരൻ പ്രൊഡക്ഷനിൽ സുപ്രീമാമിന്റെ ഒരു ഇൻവോൾവ്മെന്റ് സിനിമ പ്രേക്ഷകർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. ഇതിലേക്ക് വരുമ്പോൾ ഒരു ബിസിനസ് സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പം ഇതിൽ സുപ്രീമാമിന്റെ ഒരു ഇൻവോൾവ്മെന്റ് എത്രത്തോളം? ഇങ്ങനൊരു അവസരം ഇതിലേക്ക് എത്തിക്കുന്നത് മുതൽ ഞങ്ങൾ ധരിക്കുന്ന ഈ ജേഴ്സിയുടെ കളർ വരെ സുപ്രിയയുടേതാണ്. അതാണ് അതിന്റെ സത്യം. അത്രയുണ്ട് ഇൻവോൾവ്മെന്റ്. മറ്റൊരു കാര്യം എടുത്തു പറയുന്നത്, കേരള സൂപ്പർ ലീഗിന്റെ ആദ്യത്തെ സീസൺ മുതൽ തന്നെ ഇത് സ്റ്റാർ സ്പോർട്സിലും ഹോട്ട്സ്റ്റാറിലും ലൈവായി സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും എല്ലാ മാച്ചുകളും. തീർച്ചയായും അതെ. എനിക്ക് തോന്നുന്നു അത്തരം കാര്യങ്ങളിൽ ഒരു ഉത്തരം പറയാൻ എന്നേക്കാൾ ക്വാളിഫൈഡ് ജോ പോൾ സാറോ മാർക്കോയോ ആയിരിക്കും. മലയാളത്തിലാണ് ഉത്തരം വേണ്ടതെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. അതുകൊണ്ട് ജോ പോൾ സാറിന് കൊടുക്കാം ഇതിന്റെ സെലക്ഷൻ പ്രോസസ്. അല്ലെങ്കിൽ ഷമീം സംസാരിക്കും. അദ്ദേഹം രണ്ടുപേരും തന്നെ എത്തിക്കാം. ഇപ്പം നിലവിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ അതുപോലെ തന്നെ AFF ഇവർ രണ്ട് പേരും സ്കൗട്ട് ചെയ്ത പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് നമ്മുടെ ഈ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് നടത്തിയിട്ടുള്ളത്. അതിൽ മുൻഗണന കേരള പ്ലേയേഴ്സിനാണ്. കേരള പ്രീമിയർ ലീഗ് കളിച്ച അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ISL അതുപോലെ തന്നെ I ലീഗോ കളിച്ച പ്ലേയേഴ്സിനാണ് മുൻഗണന കൊടുത്തിട്ടുള്ളത്. ഇത് തുടക്കമായതുകൊണ്ട് ഇപ്പം I ലീഗ് തേർഡ് ഡിവിഷനും അതുപോലെ തന്നെ ISL ഒക്കെ ഒരേ വിൻഡോയിലാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ പ്രൊസീജിയർ SLKയുടെയും അതുപോലെ തന്നെ തേർഡ് ഡിവിഷൻ്റെതും അതുപോലെ ISLൻ്റെതൊക്കെ ഓരോ വിൻഡോയിൽ വന്നതുകൊണ്ട് പല കളിക്കാരെയും നമുക്ക് ലഭിച്ചിട്ടില്ല. അതേസമയം ഈ വിൻഡോയിൽ വരാത്ത കളിക്കാരാണ് SLKയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഏറ്റവും മികച്ച സന്തോഷ് ട്രോഫി പോലെയുള്ള ടൂർണമെന്റുകളിൽ കളിച്ച പ്ലേയേഴ്സും അതുപോലെ തന്നെ ഓരോ ടീമിലും 6 ഫോറിനേഴ്സും അതിൽ 4 ഫോറിനേഴ്സിന് ഒരേ സമയം കളിക്കാം. അതേപോലെ ഇതിന്റെ ഡെവലപ്മെന്റ് യൂത്ത് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ 6 പ്ലേയേഴ്സിനെ അണ്ടർ 23 പ്ലേയേഴ്സിനെയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഓരോ ടീമും അതുപോലെ എടുക്കുന്നു. അപ്പോൾ മൊത്തം ഒരു 30ഓളം പ്ലേയേഴ്സിന് കോച്ചിങ് കിട്ടുന്ന ഒരവസ്ഥയിലാണുള്ളത്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ യൂറോപ്യൻ ഒരു മാതൃകയിലുള്ള ഒരു ഫിലോസഫി ആയിരിക്കും ഈ ടൂർണമെന്റിൽ വർക്കൗട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള പ്ലേയേഴ്സിന് കൂടുതൽ നല്ല ശൈലിയിൽ കളിക്കാനുള്ള ഒരു അവസരമാണ് ഇതിൽ സൃഷ്ടിക്കപ്പെടുന്നത്. Good evening. This is Abhinav here from Asia's International Airline. So I would like to know, like, how do you think the Super League Kerala is going to revolutionize football culture and even the talents in Kerala? I'm assuming you'd like the answer in English. Yes, definitely. We are not hoping for a revolution. We are hoping for more of the start of an evolutionary cycle. So, like I mentioned in one of my answers before, what we are really looking forward to is the possibility that this league, this franchise, really opens up opportunities to the grassroots level skill that's currently available in Kerala. And I truly believe that we have a lot of skill as far as soccer is concerned. So if we can operate as a window to showcase the skill that is available in Kerala,
for the players to start hoping for an opportunity on a big stage and to look at Super League and teams like Forza Kochi as their first stepping stone to what hopefully is an international career. That would serve the purpose for us. So more than anything, we just want to reach out to the players out there in Kerala, to the skill that is there in Kerala, and tell them that this is your opportunity to rub shoulders with international talent, to have the best training facilities at your disposal, to have world-class coaching staff like Marco and Joe Polsa taking you through the strides. And hopefully we serve as a stepping stone for you to truly capture your potential and burst out on the international stage at some time later in your career. So what about the scouting process? How does it go? That is not a question that I am equipped to answer, unfortunately. Marco, would you like to take the question? Or Joe? Anyone? സ്കൗട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ മുന്നേ നമ്മളൊരു ഡ്രാഫ്റ്റ് വെച്ചിരുന്നു KFL. അതിൽ നിന്നും പ്ലേയേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തു. ആരൊക്കെയാണ് മുന്നേ സന്തോഷ് ട്രോഫി കളിച്ചത്, ഒരുപാട് പേരുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് കുറച്ച് പ്ലേയേഴ്സ്, ഈ 6 ടീമുകൾക്കും കുറച്ച് പ്ലേയേഴ്സ് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിച്ചു. എല്ലാ ടീമുകൾക്കും കേരളത്തിലെ പ്ലേയേഴ്സും തന്നെയാണ് മാക്സിമം നമ്മൾ, അതായത് പുറത്തും അധികം പ്ലേയേഴ്സ് അതായത് ചെയ്തിട്ടില്ല തോന്നുന്നു. പക്ഷെ കേരളത്തിലെ പ്ലേയേഴ്സിനെ പോലെ നമ്മൾ അഡ്വാൻറ്റേജ് കൊടുത്തിരിക്കുകയാണ്. കാരണം അവർക്ക് കളിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകളിലും ഏവറേജ് കുറച്ച് നല്ല പ്ലേയേഴ്സ് ഉണ്ട്, ഏവറേജ് നമുക്ക് അതിന് താഴെ തരത്തിലുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ സ്കൗട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ടീമുകൾക്ക് വേണമെങ്കിൽ സ്വന്തമായി ട്രയൽ നടത്തി കുട്ടികളെ സ്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. യൂണിവേഴ്സിറ്റി കളിച്ചോ അല്ലെങ്കിൽ അണ്ടർ 23 അതുപോലെ നമുക്ക് ആവശ്യമാണെങ്കിൽ അത് എടുത്ത് നമ്മുടെ ഒരു സ്ക്വാഡ് ഉണ്ട്, ഇത്ര പാടുള്ളതുണ്ട്, അപ്പൊ അതിനുള്ളിൽ ഒതുങ്ങാണെങ്കിൽ നമ്മൾ എടുക്കും. അതുപോലെ തന്നെ ഇപ്പോഴും നമുക്ക് പ്ലേയേഴ്സ് വെറുതെ വിളിച്ച് പറയാണ് നല്ലൊരു കുട്ടിയാണ്, നല്ലൊരു പ്ലെയറാണ്, നമ്മൾ നമ്മുടെ ട്രെയിനിങ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ചിലപ്പോൾ ചാൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഈ വർഷത്തെ, അതായത് ചെറിയ ഷോർട്ട് പീരീഡിലാണ് നമ്മൾ ട്രയൽസ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കേസിൽ കളിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, അവരൊന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ബെറ്റർ ആരൊക്കെയാണോ കേരളത്തിൽ ആ പ്ലേയേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്യും. അങ്ങനെയാണ് സ്കൗട്ടിങ് നടത്തിയിട്ടുള്ളത്. ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, അതായത് നമുക്ക് ക്യാമ്പ് തുടങ്ങിയിട്ടുള്ളൂ. അതിപ്പോ മലയാളികളോ അതായത് സീനിയർ പ്ലേയേഴ്സ് അല്ലെങ്കിൽ അത് മാക്സിമം നമ്മൾ പറയുള്ളൂ. അതിപ്പോ നമ്മുടെ ടീം ഇപ്പൊ 3 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പൊ ക്യാപ്റ്റൻ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളെ ഇവന്റിൽ വെച്ചിട്ട് പിന്നെ ക്യാപ്റ്റനെ അനൗൺസ് ചെയ്യും. അതില് നമുക്ക് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സുഭാഷിഷ് റോയി ആയിരിക്കും ക്യാപ്റ്റൻ. അദ്ദേഹം പിന്നെ ISL പ്ലെയറാണ്. നമ്മുടെ ഗോൾ വലയം കാക്കുന്നത് അദ്ദേഹമാണ്. എല്ലാവർക്കും അറിയാം, എക്സ്പീരിയൻസ്ഡ് പ്ലെയറാണ്. പിന്നെ ഫോർസ കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ പുറത്തുള്ള പ്ലേയേഴ്സ് എന്ന് വെച്ചാൽ പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റിലുള്ള പ്ലേയേഴ്സ് എന്ന് പറയുന്നത് വെറും 3 ആളുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കേരളക്കാരാണ്. അതിന് പുറമെ 6 പ്ലേയേഴ്സ് ഫോറിനേഴ്സാണ്. അഷ്റഫ് ചന്ദ്രഗിരി ഈ ഗ്രാസ് റൂട്ട് ലെവൽ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു. അത് അക്കാഡമിക് ആണോ? ഈ നമുക്ക് ഈ കളിക്കാരങ്ങൾ വളരെ കുറവാണ്, മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു ഓൾ ഗ്രൗണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ എന്തായാലും നമ്മൾ ഗ്രാസ് റൂട്ട് ഈ വർഷം, അതായത് കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് തിരിയും. കാരണം ഒരുപാട് കാറ്റഗറിയുള്ള ഏജ് ഗ്രൂപ്പുള്ള പ്ലേയേഴ്സിനാണ് നമ്മൾ എടുക്കുക. ഗ്രാസ് റൂട്ട് ലെവൽ നമ്മൾ തുടങ്ങി വെച്ചാൽ മാത്രമാണ് നമുക്ക് വേറൊരു ഒരു കൊല്ലം ഫസ്റ്റ് ഇയർ ആണ്. അപ്പൊ നമ്മൾ ചെറുതായി ഒന്ന് തുടങ്ങി ചെറിയ കാതുകരി പോലെ ഗ്രൗണ്ട് ഇപ്പോൾ എല്ലാവർക്കും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ മാനേജ്മെന്റ് എങ്ങനെയാണോ അവരുടെ ഗ്രൗണ്ട് ലീസിനെ എടുക്കുക, അല്ലെങ്കിൽ അവരുടെ സ്ഥലം മക്കളിലെത്തി അവരുടെ ഗ്രൗണ്ട് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ പ്രൊസീജിയർ പോവുക. എന്തായാലും കുറച്ച് ടൈം എടുക്കും ഗ്രാസ് റൂട്ട് ലെവലും. നെക്സ്റ്റ് ഇയർ എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഗ്രാസ് റൂട്ട് ലെവൽ സ്റ്റാർട്ട് ചെയ്യും. കേരള മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്തിൽ പിന്നെ ഓരോ ക്ലബുകൾക്കും സ്വന്തമായിട്ട് ഗ്രൗണ്ടും സ്റ്റേഡിയവും ഒക്കെ വേണമെന്നില്ല.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്യൂച്ചറിൽ ഇതേപോലെയുള്ള സ്പോർട്സ് ഹബ്ബുകൾ പിന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വരാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ സൂപ്പർ ലീഗ് കേരള അതിന് പിന്നെ ഇപ്പം തന്നെ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സമിറ്റിന് അന്ന് 800 CR ഒരു പ്രൊജക്റ്റ് കേരള ഫുട്ബോൾ അസോസിയേഷൻ ഗവൺമെൻറ്റിന് മുന്നിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. Stan Ryan from the Hindu. This is the coach Mario. Malappuram seems to have started his preparations early. I think they started a month ago. I think we are in the third week. I think we just want to start the third week preparations. So do you think this is going to be a level playing field, or do you think want to start something about it? Well, you know, it is what it is. My job really is always to find solutions. I really always try to look at the positive. Then we had 1 week with the players. It was a good week. I could assess the players, and now we have 2 more weeks. And I look forward to these 2 weeks. Of course, the more time you have, the better, of course. But I think we'll be in a good shape for the first match. I think we have a competitive team. It's not the first time I play against John Gregory. I had a chance to play against him 2 times in the AFC Cup. Then we're looking forward, and hopefully, I think we'll be in a good shape for the first match. All the best. രാജു, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യം. ഇപ്പോൾ രാജു കൊച്ചി ടീമിന്റെ ഉടമയായി, ലിസ്റ്റൻ സ്റ്റീഫൻ തൃശൂർ മാജിക് എഫ്സിയുടെ ഉടമയായിട്ടുണ്ട്, ആസിഫ് കണ്ണൂർ വാരിയേഴ്സിന്റെ ഉടമയായി, അതുപോലെ ക്രിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം ടീമിന്റെ ഉടമയായിട്ട് പ്രിയദർശന സോഹനുണ്ട്. ഇങ്ങനെ സിനിമാ രംഗത്തുള്ളവർ ക്രിക്കറ്റിലും ഫുട്ബോളിലും പൊതുവായി നല്ല രീതിയിൽ തന്നെ നിക്ഷേപം നടത്തുന്നു. എല്ലാവരും വളരെ ഇൻട്രസ്റ്റോടെ കടന്നു വരുന്നു. കേരള കായിക രംഗത്തെ ഫുട്ബോൾ മാത്രമല്ല ജനറലായിട്ട് ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള കായിക രംഗത്തേക്ക് ഇങ്ങനെ സിനിമയുടെ നിക്ഷേപം വരുന്നതിന് എത്രത്തോളം ഗുണകരമാണ്, എങ്ങനെയാണ് രാജ്യം വിലയിരുത്തുന്നത്? നിക്ഷേപം സിനിമയുടെ മാത്രമല്ല, അത് ഞങ്ങൾ സിനിമ നടന്മാരും അല്ലെങ്കിൽ സിനിമയിലുള്ള വ്യക്തികളുമായതുകൊണ്ട് കൂടുതൽ മീഡിയ അറ്റൻഷൻ കിട്ടുന്നുവെന്ന് മാത്രം. എന്നോടൊപ്പം ഷമീറുണ്ട്, ഞങ്ങളിവിടെ ഇല്ലാത്ത ഒരു പാർട്ണറുണ്ട്. അപ്പോ സിനിമാക്കാർക്കിടയിലും ഇതിൽ നിക്ഷേപം ഉണ്ട് എന്ന് കരുതുന്നതായിരിക്കും നല്ലത്. അല്ലാതെ സിനിമയിൽ നിന്ന് തന്നെ സ്പെസിഫിക് ആയിട്ട് ഒരുപാട് പേർ, സിനിമയിൽ ഓണ്ടർപ്രണേഴ്സ് ഒരുപാട് പേരുണ്ട്. സിനിമാ രംഗത്ത് മലയാള സിനിമയിൽ മാത്രമല്ല, സിനിമയിൽ ഇൻ ജനറൽ ഓണ്ടർപ്രണേഴ്സ് കൂടുതലുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതിൽ ഒരു സക്സസ്ഫുൾ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി നടത്തുന്നതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാമെന്ന് തോന്നുമ്പോഴാണ്, ചിന്തിക്കുമ്പോഴാണ് ഇത്തരം ഒരു ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്ന 2 മേഖലകളാണ്. പ്രത്യേകിച്ച് സാറ്റലൈറ്റ് ടെലിവിഷന്റെയും ഈ സ്മാർട്ട് ടിവികളുടെയും ഒക്കെ കാലം. സോ ഈ 2 ഇൻഡസ്ട്രീസ് തമ്മിൽ ഒരു കോലിഷൻ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും 2 പേർക്കും ഗുണകരമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി വരും കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു കേരള സൂപ്പർ ലീഗിന്റെ മാച്ചുകൾ നടക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ ലൈവായി സിനിമാ ഫംഗ്ഷനുകൾ നടക്കുക, ട്രെയിലർ ലോഞ്ചുകൾ നടക്കുക, അതൊക്കെ ഇനി കാണാനിടയാകും. ആ സമയത്ത് നമ്മുടെ ഈ ഫോർസ കൊച്ചി ആരാധകരെ ഇപ്പം ഫസ്റ്റ് സീസൺ ആയതുകൊണ്ട് ആരാധകരെ ആകർഷിക്കാൻ എന്തെങ്കിലും വേറെ മാർഗങ്ങളുണ്ടോ? Could you also please introduce? വേറെ മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരും. ഞങ്ങളും അതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പോലെ തന്നെ ഫിലിം ഫീൽഡിലുള്ള ആരെങ്കിലും ഏർപ്പെടുത്തി എന്തെങ്കിലും പ്രോഗ്രാംസ് ആരാധകരെ ആകർഷിക്കാൻ. സെപ്റ്റംബർ 7-ാം തീയതിയാണ് ലീഗിന്റെ തുടക്കം. ആദ്യ ദിവസത്തെ മാച്ച് എന്ന് പറയുന്നത് മലപ്പുറം കൊച്ചിയും തമ്മിലാണ്. അതൊരു വലിയ രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് സെറമണിയും പെർഫോമൻസസും ഒക്കെ തന്നെ ഉണ്ടാകും. തുടർന്നും ഉള്ള മാച്ചുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രീസിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു ഡിസ്കഷൻ തന്നെയാണ്. ഇനി വരും കാലങ്ങളിൽ അത്ര ഒരു സിംബിയോസിസ് ഉണ്ടാവുകയും കേരള സൂപ്പർ ലീഗിന്റെ മാച്ചുകൾ വലിയ ഇവന്റായി മാറുകയും ചെയ്യുന്ന വിദൂരമല്ലാത്തൊരു ഭാവിയാണ് ഞങ്ങളുടെയൊക്കെ സ്വപ്നം. അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു. In terms of glamour, Kochi seems to have given us a name on the 16th.
So has that helped you gain more credentials and got more funding for the team? We have sponsors who have been kind enough to come forward and understand what we're trying to do and join hands with us. Kapothama here, Steelex is one of our sponsors, and we have similar jersey sponsors and all that. But in all honesty, whoever decides to join hands with us right now should look at it as a long haul. Because like I've repeatedly said, we look at season 1 as the beginning of something that could be very big. So none of us are looking at it as how much money are we raising for season 1. What exactly is our ROI on season 1? That is not the priority right now. Right now the priority is that we put all our heads, efforts and money into trying and creating a world-class soccer league. And where it goes from there is something that all of us will find out together. Is there any more questions from the press? One, yes. ജോപ്പോളാണ്. ഇപ്പോൾ ടീമിന്റെ ഒരു ഘടന 25 ടീം. 25 ടീമില് 6 വിദേശ താരങ്ങൾ, അണ്ടർ 23 4 താരങ്ങൾ, 9 ഇന്ത്യൻ താരങ്ങൾ, 6 മലയാളി താരങ്ങൾ. അങ്ങനെയാണ് ഇതിന്റെ ഘടന. അപ്പോൾ 25 ടീമിൽ 6 മലയാളി താരങ്ങളും അണ്ടർ 23 താരങ്ങളും ഉൾപ്പെടെ 10 മലയാളി താരങ്ങൾ 25 ടീമിൽ മിനിമം ഉണ്ടാവും. അപ്പോൾ ഈ 25 ടീമിൽ 10 മലയാളി താരങ്ങൾ വീതം 6 ടീമിൽ വരുമ്പോൾ 60 മലയാളി താരങ്ങൾക്ക് വരുന്നു. മലയാളി താരങ്ങൾക്ക് ഇത്രയധികം പ്രൊമോഷനും ഇത്രയധികം അവസരവും സമകാലീന ഫുട്ബോളിൽ ഒന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് ജോബോളിനെ കാണുന്നത്? വർഷങ്ങളായി കളിക്കളത്തിലും അതിനുശേഷവും വരുന്ന ഒരാളുടെ രീതിയിൽ മലയാളി താരങ്ങൾക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റി വരുന്നതിനെ എങ്ങനെ കാണുന്നു? മലയാളി താരങ്ങൾ നമുക്കിപ്പോൾ ഇവിടെ ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. വിദേശ താരങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് വിദേശ താരങ്ങൾ കൊണ്ടുവരാം. നമ്മളധികം അതിന് പോയിട്ടില്ല. കേരളത്തിലെ പ്ലേയേഴ്സിന് ഇവിടെ കേരളത്തിലെ പ്ലേയേഴ്സിനെ കളിക്കാനുള്ള നേരത്തെ പറഞ്ഞ പ്ലാറ്റ്ഫോം ഇല്ല. അപ്പോൾ അവർ നമ്മൾ പരമാവധി നമ്മളെ SLK കൊണ്ടുവരിക, അവരെ കളിപ്പിക്കാനും നോക്കുക. ഈ 60 പ്ലേയേഴ്സ് ഇപ്പം നമ്മൾ പറയുന്നത് ഒരുപാട് പ്ലേയേഴ്സ് കേരളത്തിൽ അവർക്ക് ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ SLK വന്നതുകൊണ്ട് ഒരുപാട് കേരള പ്ലേയേഴ്സിനാണ്. കാരണം 4 പ്ലേയേഴ്സ് കഴിഞ്ഞാൽ ബാക്കി അണ്ടർ 20 കമ്പൽസറിയാണ് 2 പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഡെവലപ്മെന്റ് കുട്ടികളെ നമുക്ക് കിട്ടുകയാണ്. അതുപോലെ തന്നെ പിന്നെയുള്ള കേരള പ്ലേയേഴ്സ്, അത് യൂണിവേഴ്സിറ്റി കളിച്ചവരാണോ, കേരള സ്റ്റേറ്റ് കളിച്ചവരാണോ, അവർക്കൊക്കെ നമുക്ക് ചാൻസ് കൊടുക്കണം. അവരൊരു പ്രൊഫഷണൽ അല്ല, എല്ലാവർക്കും ജോലി കിട്ടിയതായിരിക്കും. പക്ഷെ അതൊരു പ്രൊഫഷണലായിട്ട് എടുക്കുകയാണെങ്കിൽ കേരള പ്ലേയേഴ്സിന് ഒരുപാട് ചാൻസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ അതായത് ഇവിടുന്ന് നമുക്ക് ISL വേണമെങ്കിൽ പ്ലേയേഴ്സിനെ കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കേരള പ്ലേയേഴ്സിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും.